വളരെയധികം ഫൺ എലമെൻറ്സ് ഉള്ള ഒരു സിനിമയാണ് റീയൂണിയൻ. സോ ഒരാളുടെ മരണത്തെ തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. മാത്യു എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകാരൻ ഹൈസ്കൂൾ റീയൂണിയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഇവർക്കെല്ലാം ഒരു പാർട്ടി കൊടുക്കുന്നു. സോ ഈ പാർട്ടിയുടെ പിറ്റേ ദിവസമാണ് ഒരാൾ ആ കൂട്ടത്തിൽ മരിച്ചതായി കണ്ടെത്തുന്നത്. സോ അങ്ങനെ നടക്കുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളും ആ ഒരു ഇൻവെസ്റ്റിഗേഷനും തമാശ രൂപേണ പറഞ്ഞ ഒരു സിനിമയാണത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ഫണ്ണി എലമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയാണ്. നല്ല രീതിയിൽ കുറച്ച് ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. സോ ഈ സിനിമയുടെ വലിയൊരു പോസിറ്റീവും ആ ഒരു നറേഷനാണ്, ആ ഒരു ഫണ്ണി ആയിട്ടുള്ള നറേഷനാണ്. അതുപോലെ ജില്ലിയൻ ബെൽസ് എന്ന് പറഞ്ഞൊരു ആക്ട്രസിൻ്റെ ആ ഒരു സീക്വൻസസ് ഒക്കെ ആ ഒരു സിനിമയുടെ ഫൺ എലമെൻറ്റ്സ് അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഒരു ക്യാരക്ടറുണ്ട്, റേ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും വളരെ നല്ല രീതിയിലാണ് ആ ഒരു പെർഫോമൻസ് ഒക്കെ വന്നിരിക്കുന്നത്. സോ അതൊക്കെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവുകൾ. സിനിമയുടെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഒക്കെ സിനിമയിൽ ഒത്തിരിയുണ്ട്. ഓവറോൾ സാറ്റിസ്ഫൈങ് വാച്ചാണ് സിനിമ. ഒരു നേരമ്പോക്ക് സിനിമ എന്ന നിലയിൽ കണ്ടു നോക്കാം, കാരണം ഓവറോൾ ഒരു സാറ്റിസ്ഫൈങ് വാച്ചാണ്. സോ ആ ഒരു ജേണൽ അനുസരിച്ച് ഒരു നല്ലൊരു സിനിമയായിരുന്നു. ഒരു ടൈം പാസ് എൻ്റർടൈനർ എന്ന നിലയിൽ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണിത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.